വീട്ടിലെ ഓണം സെലിബ്രേഷനെ പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സെലിബ്രേഷനാണ് ഓഫീസിലെ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് പലർക്കും അറിയുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏങ്ങണ്ടിയൂരുള്ള ജോൺ സോണ്ടയുടെ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്. ടൂ വീലറിന്റെ ഷോറൂമാണ്. അപ്പോൾ ഏകദേശം രാവിലെ 8 മണിയോട് കൂടിയിട്ട് നമ്മൾ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓഫീസിലെത്തിയതിനു ശേഷം പൂക്കൾ ഇടാനായിട്ടുള്ള പൂവും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഓഫീസിലെ 8 മണി തൊട്ട് 9 മണി വരെയാണ് പൂക്കളം ഇടാനായിട്ടുള്ള ഒരു സമയം തന്നിട്ടുണ്ടായിരുന്നത്. 14 ബ്രാഞ്ചുകളാണ് ജോൺസോണ്ടയ്ക്ക് ഉള്ളത്. ഈ 14 ബ്രാഞ്ചും വെച്ച് പൂക്കളത്തിന്റെ ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തകൃതിയായിട്ടുള്ള പൂക്കളത്തിന്റെ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പൂക്കളത്തിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും സാവധാനം നമ്മൾ പൂക്കളത്തിന്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചെടുക്കുകയാണ്. ഉത്രാടത്തിന്റെ അന്നായിരുന്നു നമുക്ക് ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. വീഡിയോ ഇടാനായിട്ട് ഒരുപാട് ലേറ്റ് ആയി. കാരണം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണ് നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ഒരു ഡിലേ ആണ് കേട്ടോ. അപ്പോൾ പൂക്കൾ ഇടാനായിട്ടുള്ള പരിപാടികളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ പൂക്കളം ഒക്കെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്നത് രേഷ്മേച്ചിയാണ് കേട്ടോ. രേഷ്മേച്ചി റിസപ്ഷനിസ്റ്റ് ആണ് ഞങ്ങളുടെ അവിടുത്തെ. തിരിഞ്ഞു നോക്കിയില്ലേ സുന്ദരിമണി. അപ്പോൾ അത് രേഷ്മേച്ചി. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് സബിനാണ്, നമ്മുടെ മെക്കാനിക്കാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് സജിനി. ഇത് നമ്മുടെ ഷീജേച്ചിയാണ്, സ്വന്തം അമ്മയുടെ പോലെയാണ്. അപ്പോൾ ക്ലീനിങ് സ്റ്റാഫാണ് അവിടുത്തെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടീം അംഗങ്ങൾ. അതുപോലെ തന്നെ ഈ നിൽക്കുന്നവരാണ് എൻ്റെ വീഡിയോ ഫുൾ എടുക്കുന്നത് കേട്ടോ. അജയ്കുട്ടൻ പറയുന്നത് എനിക്ക് ഈ വീഡിയോയ്ക്ക് 1 മില്യൺ വ്യൂസ് കിട്ടുന്നതാണ്. പക്ഷേ എനിക്കറിയാം 1 മില്യൺ പോയിട്ട് 1K വ്യൂസ് പോലും കിട്ടില്ല. തൊട്ടപ്പുറത്ത് നിന്നിരിക്കുന്നതാണ് ജിഷ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും പരിചയപ്പെട്ടില്ലേ. ഇനിയുണ്ട് ഒരുപാട് കഥാപാത്രങ്ങളും പുതിയ മുഖങ്ങളും ഒക്കെ. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. പറ്റുന്നവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പൂക്കളം എന്തായാലും ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഉള്ളിൽ ചെറിയൊരു വൈറ്റ് കളറുള്ള ഷെയ്ഡിലുള്ള പൂവാണ് ഇട്ടത്. ചുറ്റും യെല്ലോ കളറിലിട്ടു. ഇതൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ഏകദേശം സമയം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും പൂക്കളത്തിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ ആയത്തിൽ അങ്ങോട്ട് ഇട്ട് തുടങ്ങി. നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് പ്ലാനിങ്ങോട് കൂടി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും പൂക്കൾ ഇടുന്നത്. ഇത് നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനാണ് കേട്ടോ. സെക്യൂരിറ്റി ചേട്ടനും ഇതുപോലെ തന്നെ പൂ ഇറുക്കാനും അതുപോലെ തന്നെ പൂ അരിയാനും ഒക്കെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇതാണ് നമ്മുടെ പൂക്കളത്തിന്റെ ഡിസൈൻ. പൂക്കളത്തിന് ചെറുതായിട്ടൊരു ചെരിവ് വന്നോന്നൊരു സംശയമുണ്ട്. എങ്കിലും ആ പൂക്കളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ അവിടെ ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വർക്കിലേക്ക് തിരിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സദ്യക്കൂട്ടത്തിന്റെ ഓരോരോ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓഫീസിന്റെ വക തന്നെയാണ് സദ്യ. അവരൊരു നിശ്ചിത തുക ഓരോ ആൾക്ക് വെച്ച് തരും. ബാക്കി നമ്മൾ ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇത്തവണത്തെ ഓണസദ്യ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ BM എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് മാനേജർ കേട്ടോ. പുതിയ സാനാണ്. അപ്പോൾ ആൾ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. എങ്കിലും നല്ല അടിപൊളി ജോളിയായിട്ടുള്ള ഞങ്ങൾക്ക് കമ്പനി ആയിട്ടുള്ള ഒരു മാനേജറാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ വർക്ക് നല്ല പ്രോപ്പറായിട്ട് തന്നെ ഞങ്ങളുടെ ഓഫീസിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെതായ രീതിയിൽ ആ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഷീച്ചേച്ചി തറ തുടയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള കറികളും ഒക്കെ നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമ്മൾ കഴിക്കാനായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഇത്തവണത്തെ ഓണസദ്യ കഴിക്കുന്നത്. താഴത്തിരുന്നിട്ടാണ് ഇലയൊക്കെ ഇട്ട് എല്ലാ വിഭവങ്ങളും വിളമ്പിയതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാനാണ് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ വളരെ ഗംഭീരമായിട്ട് നടത്താമെന്നൊക്കെ മനസ്സിൽ ഒരുപാട് പ്ലാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ആ ഒരു പ്ലാനൊന്നും വർക്കൗട്ട് ആയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവരും വർക്ക് റിലേറ്റഡ് ആയിട്ട് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തിരുവോണം മുതൽ 3 ദിവസം അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അതിൻ്റെ പുറകെയായിരുന്നു. അതായത് ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മൂഡും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നില്ല. കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വണ്ടി ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പൂക്കളിട്ടു. അതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ വർക്കിലേക്ക് പോയി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് സദ്യ കഴിക്കുന്ന സമയത്താണ് എല്ലാവരും ഒത്തുകൂടിയത്. അതിനുശേഷം സദ്യ കഴിച്ച് വീണ്ടും എല്ലാവരും വർക്കിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ അങ്ങോട്ട് സെറ്റായില്ലേ നമുക്ക്. എന്തായാലും അടുത്ത വർഷം ഒക്കെ സെറ്റാക്കാമെന്ന് മനസ്സിൽ ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നടന്നാൽ മതി. എന്തായാലും സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇലയിലേക്ക് ഓരോരോ വിഭവങ്ങളായിട്ട് നമ്മൾ വിളമ്പാണ്. ഇത്തവണ സദ്യ നമ്മൾ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഇലയ്ക്ക് 200 രൂപ എന്ന നിരക്കിലാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 7-8 തരം കറികളാണ് ഉണ്ടായിരുന്നത്. സാമ്പാർ, അവിയൽ, ഇഞ്ചമ്പുളി, കാളൻ, ഒരു കൂട്ടുകറി, അതുപോലെ തന്നെ സദ്യയിൽ അത്യാവശ്യം ഉണ്ടാവുന്ന കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. രസം ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, പപ്പടം, പായസം, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളമ്പാണ്. ഞാൻ വിളമ്പുന്നതിന് തൊട്ട് ബാക്കിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം അവരൊക്കെ വർക്കിലാണ് കേട്ടോ. എല്ലാവരും ഈ ഒരു സദ്യ വിളമ്പുന്ന സമയത്ത് പോലും അവരവരുടേതായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇത്തവണത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ.
പിന്നെ ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പോസിറ്റീവ് ആണെങ്കിൽ നമുക്കതൊരു ബൂസ്റ്റാണ്, അതൊരു എനർജിയാണ് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഈ ഒരു ലൈഫിൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ സദ്യയും കാര്യങ്ങളൊക്കെ വിളമ്പി കഴിഞ്ഞു. ഒരു കുടുംബത്തിൽ എങ്ങനെയാണോ എല്ലാവരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുക, അതുപോലെ തന്നെയാണ് ഇത്തവണ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോകുന്നത്. ചോറ് വിളമ്പി, അതിൻ്റെ മുകളിൽ സാമ്പാർ വിളമ്പി, അവസാനം പാലട പായസവും കുടിച്ച് ഇല മടക്കിയതിന് ശേഷം നമ്മളെല്ലാവരും വർക്കിലേക്ക് പോയി. അതിനുശേഷം ഒരു ഏകദേശം 6 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഹാപ്പി ഓണമൊക്കെ പറഞ്ഞ് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തവണത്തെ ഓണത്തിൻ്റെ ഓഫീസിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തൊരു കിട്ടില്ല മീഡിയം ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബായ്.